ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഒരു കോൺസെൻസസ് ഉണ്ടാകണം, ഏത് അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടെടുക്കുന്ന ഒരു ഉത്തരവ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റേതാണല്ലോ, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റേതാണല്ലോ. ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRLന് ഇമ്മ്യൂണിറ്റി കൊടുത്തു. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ 12/6/2023 ആ 12/6/2023 ഓർഡറിൽ ഇമ്മ്യൂണിറ്റി ചെയ്താ 12 ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റി പ്രകാരം ഇത് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ CMRL ഹാവ് പ്രൈഡ് ഫോർ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ ആൻഡ് ഫ്രം ഇമ്പോസിഷൻ ഓഫ് പെനാലിറ്റീസ് under various provisions of the Income Tax Act. Considering the facts and circumstances of the case, the cooperation extended to the Interim Settlement Board during the hearing, immunity is granted from prosecution and penalty. അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോസി ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി CMRLന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വിജിലൻസ് കോടതിയിലുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വിജിലൻസ് കോടതിയിൽ CMB 1546/2023 ഓർഡർ 26/8/2023 മൂവാറ്റുപുഴ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയാണ്. ഇതിൽ ഒരഴിമതിയും ഇല്ല എന്ന് കാറ്റഗറിക്കലായി പറഞ്ഞ വിധിയാണ്. നിങ്ങൾ വേണ്ടപ്പെട്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനെതിരായി ഹൈക്കോടതിയിൽ റിവിഷൻ അപ്പീൽ കൊടുത്തു. യഥാർത്ഥത്തിലുള്ള പെറ്റീഷണർ മരണപ്പെട്ടു പോയി, പിന്നെ ഒരു പ്രോക്സി പെറ്റീഷണറാണ് വന്നത്. ആ പ്രോക്സി പെറ്റീഷണറുടെ റിവിഷൻ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല, എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആണല്ലോ ഈ 3 പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചത്. അത് നിശ്ചയിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ PC ജോർജിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രയർ എന്താ ചെയ്തു അറിയോ? 212 ഇൻവോക്ക് ചെയ്യണം കമ്പനീസ് ആക്ട് പ്രകാരം എന്നാണ്. 212 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ്. സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFI എന്നാണ് പറയാതെ. ഹൈക്കോടതി പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ഒരു സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് 210(1)(c) പ്രകാരം 210(1)(c) പ്രകാരം നോട്ടീസ് കൊടുക്കാമെന്നാണ്. 210(c) എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടു കമ്പനിയാണ്. ആ സാധാരണ നിലയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പ്രമുഖരായിട്ടുള്ള 3 അംഗങ്ങളെ വെച്ച സമയത്ത് അതിലൊരു പാർട്ടിയായിട്ടുള്ള കർണാടകയിലെ കമ്പനി അഫയേഴ്സിൻ്റെ രജിസ്റ്റർ ആളാണ് പറയുന്നത്, ഇപ്പോൾ പത്ര റിപ്പോർട്ട് പ്രകാരം ഇത് EDയോ അല്ലെങ്കിൽ CBIയോ പരിശോധിക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കോടതി നിർദ്ദേശം കൊടുത്ത ആ 3 കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഇദ്ദേഹം, രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം
പ്രഗത്ഭരായിട്ടുള്ള 3 ഉദ്യോഗസ്ഥന്മാർ കമ്പനീസ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമുഖമായിട്ടുള്ള 3 ഓഫീസേഴ്സ്, ഒന്ന് കേരളത്തിൽ നിന്നും, ഒന്ന് കർണാടകയിൽ നിന്നും, ചെന്നൈയിൽ നിന്നുമുണ്ട്. ആ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവരന്വേഷിക്കുകയാണ്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് കുറ്റക്കാർ ആരാണോ ശിക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ CMRLന് ഇമ്മ്യൂണിറ്റി കൊടുത്തത്, പ്രോസിക്യൂഷൻ എടുക്കണ്ട എന്ന് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് പറഞ്ഞത്? നമ്പർ 1, അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കണം. ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കിൻ്റെ 70%ഉം ജെന്യൂൻ എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ്. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് ഫ്രോഡാണ് എന്ന് പറയാൻ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് തന്നെ കൃത്യമായി പറഞ്ഞത് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്ന്. പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പറഞ്ഞിട്ട് പോലും ഇത് വീണ്ടും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരോടൊന്ന് ചോദിക്കണം. ആദ്യം ഇതിൻ്റെ അകത്തൊരു വ്യക്തത വരുത്തണം.